നമസ്കാരം. സിറിയയിൽ സുരക്ഷാ സേനയും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ബഷർ അലി അസദിന്റെ അനുയായികളും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഭയന്ന് വിറങ്ങലിച്ച സിറിയൻ ജനത രക്ഷയ്ക്കായി റഷ്യയെ സമീപിച്ചിരിക്കുകയാണ്. എന്തായാലും വ്യാഴാഴ്ചയാണ് സംഘർഷങ്ങൾക്ക് തുടക്കമായത്. സംഘർഷത്തിലും പ്രതികാര കൊലപാതകങ്ങളും 2 ദിവസത്തിനകം ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നുവെന്നാണ് ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്റീവ് ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ കണക്കുകൾ കാണിക്കുന്നത്. അസദിന്റെ ജന്മദേശമായ ലദാക്കിയെ കേന്ദ്രീകരിച്ചാണ് സംഘർഷം വ്യാപകമാകുന്നത്. എന്തായാലും ലദാക്കിയയിലെ അലവി വിഭാഗക്കാരെ സൈനികർ വെടിവെച്ച് കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വ്യാഴാഴ്ച തുടങ്ങിയ സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. ഗ്രാമങ്ങളിൽ 140 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഷീർ, ഹഫ എന്നീ ഗ്രാമങ്ങളിൽ കടന്ന സർക്കാർ സൈന്യം സ്ത്രീകളെയും കുട്ടികളെയും ഒഴിവാക്കി 69 പുരുഷന്മാരെ കൊന്നു എന്നാണ് റിപ്പോർട്ട്. മുന്നിൽ കണ്ട പുരുഷന്മാരെ മുഴുവൻ സർക്കാർ സൈന്യം വെടിവെച്ചു കൊന്നെന്നാണ് സിറിയൻ ഒബ്സർവേറ്റീവ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് മേധാവി റാമി അബ്ദുൾ റഹ്മാൻ പറഞ്ഞത്. മുക്താറിയഹ് എന്ന ഗ്രാമത്തിൽ മാത്രം 30 പേർ കൊല്ലപ്പെട്ടെന്നാണ് ബെയ്റൂത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന TV ചാനൽ റിപ്പോർട്ട് ചെയ്തത്. ബെനിയാസ് നഗരത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 60ഓളം പേർ കൊല്ലപ്പെട്ടു. സർക്കാർ സൈനികർക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളിൽ പ്രതികാരം ചെയ്യാൻ നിരവധി പേർ ലദാക്കിയിലെത്തി. ഇതിൽപ്പെട്ട ചിലർ അക്രമങ്ങൾ പ്രവർത്തിച്ചതായും അവരെ തടയാൻ ചില ശ്രമങ്ങൾ നടത്തുന്നതായും സിറിയൻ വാർത്താ ഏജൻസിയായ സന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ധാർമ്മികത ലംഘിച്ചാൽ നമ്മളും ശത്രുക്കളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നാണ് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ സൈനികരോട് പറഞ്ഞത്. അസദിന്റെ അനുകൂലികൾ പ്രകോപനത്തിനായി കാത്തിരിക്കുകയാണെന്നും എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് ചരിത്രപ്രസിദ്ധമായ ഉമ്മയദ് ചത്വരത്തിൽ വൻ ജനക്കൂട്ടം ഒത്തുകൂടി. അതേസമയം ലദാക്കിയിലെ റഷ്യൻ വ്യോമസേന താവളത്തിന് മുന്നിൽ റഷ്യൻ സൈന്യത്തിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടാണ് ജനങ്ങൾ എത്തിയത്. സിറിയൻ സംഘർഷം അതിവേഗം വ്യാപിക്കുകയാണെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിറിയൻ അറബൻ റിപ്പബ്ലിക് ഭൂമിശാസ്ത്രപരമായ പരമാധികാരത്തെ ബാധിക്കുന്ന ഒരു കാര്യവും ചെയ്യില്ലെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഏറ്റുമുട്ടലുകൾ സിറിയൻ സർക്കാരിന് വലിയ ഭീഷണിയാണെന്നും തുർക്കിയും പ്രതികരിച്ചു. സിറിയയിൽ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും തുർക്കിയുടെ വിദേശകാര്യ വക്താവ് ഒനോക് കെസലി പറഞ്ഞു. സംഘർഷം മറ്റിടങ്ങളിലേക്കും വ്യാപിച്ചാൽ സിറിയ വീണ്ടും ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോയേക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.